ഹലോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. പൊളിറ്റിക്കൽ സയൻസ് ബുക്ക് 2-ലെ ചാപ്റ്റർ നമ്പർ 2 ഫ്രീഡം. ഓക്കെ, ഫ്രീഡം എന്നുള്ള യൂണിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രീഡം എന്നുള്ള വാക്ക് ഇന്ത്യക്കാരെന്നല്ല പൊതുവെ ലോകത്ത് തന്നെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ് അല്ലേ. കാരണം എന്താണ്, ഫ്രീഡം, സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഒരു വലിയ ഒരു കാലഘട്ടത്തിന്റെ വലിയൊരു പ്രശ്നമായിരുന്നു. ഇപ്പൊ ഇന്ത്യയുടെ കാര്യത്തിനാണെങ്കിൽ നമ്മൾ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് അല്ലേ, സ്ട്രഗിൾ ഫോർ ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യ സമരങ്ങൾ അല്ലേ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഡിപെൻഡൻസ് ഫൈറ്റ്, ഇതൊക്കെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലെ. നമ്മൾ അത്രയും കാലം ഒരു നമ്മുടേതായല്ലാത്ത ഒരു ഭരണത്തിന്റെ അണ്ടറിൽ എന്ത് ചെയ്തു, ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ട് അതിൽ നിന്നും ഫ്രീഡം നമ്മൾ നേടി. അതുപോലെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്കന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാൽ നെൽസൺ മണ്ടേല, അതുപോലെ മഹാത്മാഗാന്ധി, ഇങ്ങനെയുള്ള ലീഡേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഫ്രീഡം സ്ട്രഗിളിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇൻ ദിസ് ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റീസ്. ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം എന്താണ്? സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യം എന്താണ് അതിന്റെ പ്രത്യേകത? നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇപ്പോഴും വാദിക്കുന്നത് എന്തിനാണ്? അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ഫ്രീഡം. ഇപ്പോൾ ഫ്രീഡം എന്നുള്ളത് പല രീതിയിൽ നമുക്ക് പറയാം അല്ലേ. അതിന് കുറെ പോസിറ്റീവ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നു ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി അല്ലേ, ഇന്ത്യ എന്നുള്ള രാജ്യം സ്വതന്ത്രമായി, നമ്മളെല്ലാം സ്വതന്ത്രരാണെന്ന് പറയുന്നു. ആക്ച്വലി നമ്മൾ സ്വതന്ത്രരാണോ? ആണോ? ചോദിച്ചു നോക്കൂ നിങ്ങളോട് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ഒരാളെ കൊല്ലാനുള്ള അവകാശം ഉണ്ടോ? അതൊക്കെ ഫ്രീഡം അല്ലേ. അതൊന്നും നമുക്കില്ല. അപ്പൊ നമ്മുടേത് ഫ്രീഡം ആണോ ശരിക്കും? എന്താണ് ഫ്രീഡം അല്ല? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. ഇപ്പൊ നിങ്ങൾ ഈ പൊളിറ്റിക്കൽ സയൻസുള്ള സബ്ജക്റ്റിന്റെ സമയത്ത് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ തന്നെ വേണം അല്ലെ. അതേസമയം നിങ്ങൾക്ക് പോയിട്ട് സയൻസോ ബയോളജി എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ചട്ടക്കൂടിനകത്ത് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ് ഓഫ് ഫ്രീഡം നമ്മൾ പറയാണ്ട്. അതുപോലെ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ഹാം പ്രിൻസിപ്പിൾ. ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഹാം പ്രിൻസിപ്പിൾ. HARM പ്രിൻസിപ്പിൾ. ഹാം പ്രിൻസിപ്പിൾ എന്താണെന്ന് നമ്മൾ പറയും. ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത്. ചെറിയൊരു യൂണിറ്റ് ആണ്, 2 ക്ലാസ് കൊണ്ട് തന്നെ തീരുന്നു വിചാരിക്കാം. അപ്പൊ നമ്മൾ സ്ട്രഗിൾസ്, ഫ്രീഡത്തിന് വേണ്ടിയുള്ള സ്ട്രഗിൾസിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഐഡിയ ഓഫ് ഫ്രീഡം എന്ന് ആദ്യം പറയാം. We shall consider the case of Nelson Mandela. He is one of the greatest personalities of 20th century. His autobiography titled The Long Walk to Freedom, there he describes his personal struggle against the apartheid regime of South Africa. He also narrates the true story of his people, resistance to discriminating policies followed by the minority white regime, about the humiliations, hardship, police atrocities suffered by the blacks in South Africa. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന തന്നെ നെൽസൺ മണ്ടേലനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടാണ്. നെൽസൺ മണ്ടേല ആരാണ്? ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള നീഗ്രോസിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് നെൽസൺ മണ്ടേല. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. ലോങ് വാക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു നീണ്ട നടത്തം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിനെ വിളിക്കാം. പഠിക്കാൻ എളുപ്പത്തിനാണ് പറഞ്ഞത്. എക്സാമിന് ഒരു 1 മാർക്കൊക്കെ ചോദിക്കാം. ഹു ഇസ് ദി ഓഥർ ഓഫ് ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം നെൽസൺ മണ്ടേല. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകളാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിലുള്ള അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. കാര്യം സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ആ റീജിയണിൽ മൊത്തം മെജോറിറ്റിയും ബ്ലാക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, നീഗ്രോസ് ആണ്. അവിടെ മൈനോറിറ്റി എന്ന് എന്താ പറഞ്ഞാണ്, എണ്ണത്തിൽ കുറവുള്ള ആൾക്കാർ, ഈ വൈറ്റ് പീപ്പിൾ അങ്ങോട്ട് വരുന്നു. അവരെന്ത് ചെയ്യുന്നു, വൈറ്റ് പീപ്പിൾ ഈ ബ്ലാക്കിനൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു കളറിന്റെ പേരിൽ. ബ്ലാക്ക് വൈറ്റ് എന്നുള്ള ആ ഒരു തിങ്കിങ് തന്നെ വരുന്നത് അവിടെ നിന്നാണ്. ഓക്കെ, ഇപ്പോഴും പ്രശ്നമാണ്. ബ്ലാക്ക് ലിവ്സ് മാറ്റർ എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെതിരെ സംസാരിക്കുകയും അവർക്ക് വേണ്ടി പോരാടുകയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നെൽസൺ മണ്ടേല. ഓക്കെ, ഹിസ്റ്ററി unfolds another instance of humiliation against a woman in Asia. She is the nun of the Aung San Suu Kyi of Myanmar.
She was inspired by Gandhiji's thoughts of non-violence. Now she is in the house arrest, separated from her children, unable to visit her husband when he was dying of cancer. She feared that if she leaves Myanmar to visit her husband in England, she would not be allowed to come back again. She is fighting against military regime of freedom for the freedom of people in Myanmar. Her book Essays is entitled Freedom from Fear. അടുത്തത് പറയാനുള്ളത് ഏഷ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ അടങ്ങുന്ന ആ ഒരു ഭാഗം. ആ ഭാഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ആര്? ഓങ് സാങ് സൂചി. ഓക്കെ, ആങ് സാങ് സൂക്കി. ഓക്കെ, ആങ് സാങ് സൂക്കി ഫേമസ് ആയത് ആങ് സാങ് സൂക്കി ഒരു മ്യാൻമാർ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ജീവിക്കുന്ന ആളാണ്. അവിടെ പട്ടാള ഭരണമാണുള്ളത്. ഓക്കെ, പട്ടാള ഭരണം നമ്മളെ പോലെ എന്താണ് ഒരു ഡെമോക്രാറ്റിക് ഭരണമല്ല. അവിടെ പട്ടാളാണ്, മിലിറ്ററിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിലിറ്ററിക്ക് തോന്നിയ പോലെയാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളുടെ അഭിപ്രായത്തിന് ഒരു വാല്യൂ ഇല്ല. പട്ടാളക്കാർക്ക് ഒരാളെ കൊല്ലണം തോന്നിയാൽ കൊല്ലും, വളർത്തണം തോന്നിയാൽ വളർത്തും. അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഗാന്ധിജിയുടെ നോൺ വയലൻസ്, അഹിംസ എന്നുള്ള വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു ആങ് സാങ് സൂക്കി പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ലേഡീനെ എന്ത് ചെയ്തു, മിലിറ്ററി പേഴ്സൺസ് ഹോം അറസ്റ്റ് ചെയ്തു, വീട്ടുതടങ്കിലാക്കി എന്ന് പറയും. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല, എപ്പോഴും അവിടെ നിരീക്ഷണമായിരിക്കും. ഇവർ പുറത്തിറങ്ങുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഇവരെപ്പോഴും എന്ത് ചെയ്തു, ഹോം അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ ഹസ്ബൻഡ് ഇംഗ്ലണ്ടിലാണ്. ക്യാൻസർ ബാധിച്ചിട്ടാണ് അദ്ദേഹം ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്തു, ഈ വൈഫിന് തൻ്റെ കുട്ടികളെയും ഭർത്താവിനെയും കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പോയി കഴിഞ്ഞാൽ തിരിച്ച് ആ നാട്ടിലേക്ക് അവരെ അടുപ്പിക്കില്ല. ഓക്കെ, അങ്ങനെ അവര് ഹസ്ബൻഡിനെയും കുട്ടികളെയും കാണാതെ ഇപ്പോഴും ഹോം അറസ്റ്റിൽ ജീവിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഒരുപാട് എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഫ്രീഡം ഫ്രം ഫിയർ. ഓക്കെ, ഈ രണ്ട് പേരുകളും, രണ്ട് ബുക്സിന്റെ നെയിം ഓർത്തു വെക്കുക. ഫ്രീഡം ഫ്രം ഫിയർ ബൈ ഓങ് സാങ് സൂക്കി. അതുപോലെ ലോങ് വാക്ക് ടു ഫ്രീഡം ആരാണ്? നെൽസൺ മണ്ടേല. ഓക്കെ, അപ്പോ ഇനി നമുക്ക് എന്താണ് ഫ്രീഡം എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോവാം. ഫ്രീഡം, ലിബേർട്ടി എന്ന് പറഞ്ഞ ലാറ്റിൻ വാക്കാണ്. ലിബേർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം തന്നെയാണ് അർത്ഥം. അതൊരു ലാറ്റിൻ വേർഡാണ്. ലിബർ എന്ന് പറഞ്ഞാൽ ഫ്രീ എന്നുള്ള അർത്ഥമാണ്. ലാറ്റിൻ വേർഡ് ലിബർ എന്നുള്ള വാക്കിൽ നിന്നാണ് ലിബേർട്ടി ഉണ്ടായത്. ഓക്കെ, ഫ്രീഡം ഈസ് നത്തിങ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. അപ്പൊ സിമ്പിൾ വൺ വേർഡിൽ നമ്മളോട് വാട്ട് ഈസ് ഫ്രീഡം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ് ഫ്രീഡം ഈസ് നത്തിങ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ്. തടസ്സങ്ങളുടെ ഇല്ലാത്ത അവസ്ഥയാണ് സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ് ഫ്രീഡം എന്ന് നമുക്ക് പറയാം. വി സേ ദാറ്റ് ഫ്രീഡം എക്സിസ്റ്റ് വെൻ എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ ആർ absent. But the absence of constraints is only in one dimension of freedom. Freedom also means the existence conditions by people can freely express themselves and develop their potential. Both these aspects of freedom, the absence of external constraints and the existence of conditions in which people can develop their talents, are important. അപ്പോൾ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ, ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പറയാം തടസ്സങ്ങളിൽ നിന്നുള്ള, നമുക്ക് പുറത്തുനിന്നുണ്ടാകുന്ന തടസ്സങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഫ്രീഡം എന്ന് പറയാം. മറ്റൊരു അർത്ഥത്തിൽ പറയുമ്പോൾ നമ്മുടെ സ്കില്ലുകളും നമ്മുടെ കഴിവുകളും ഒക്കെ പുറത്ത് കാണിക്കാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമുക്ക് ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ പട്ടാള ഭരണമാണ് ഇവിടെ എന്ന് വിചാരിക്കുക. നിങ്ങൾ പട്ടാളത്തിനെതിരെ കുറിച്ച് നിങ്ങൾ വളരെയധികം സംസാരിക്കുന്നു എന്ന് വിചാരിക്കൂ. പറ്റുമോ? ഫ്രീഡം ഉണ്ടെങ്കിലല്ലേ. ഫ്രീഡം എന്ന് പറയുന്നത് കൺസ്ട്രെയിൻ ആണല്ലേ. ആ ഇല്ലാണ്ട് നിങ്ങളെ സ്കില്ല് കാണിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഫ്രീഡം ഏതൊക്കെയാണ്? ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ കൺസ്ട്രെയിൻസ്, അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് കണ്ടീഷൻസ് ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ ഡെവലപ്പ് ദെയർ ടാലൻസ്. ഒരാളുടെ കഴിവ് കാണിക്കാൻ വേണ്ടിയുള്ള, ടാലന്റ് കാണിക്കാനുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടാവുക. അപ്പോഴാണ് അതിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. Thus, freedom may be defined as a state of absence of constraints, to be means to minimize the social constraints that limit our ability to make choices freely. This is only one aspect of freedom. Put in another way,
freedom also have a positive dimension. To be free, a society must expand the area of in which individuals, groups, communities, or nations can decide their destiny. Thus, a free society is one of which one can pursue one's interest in minimum constraints. അപ്പൊ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ്? കൺസ്ട്രെയിൻസിൽ നിന്നുള്ള മോചനമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്നത്. രണ്ടാമത് പറഞ്ഞു, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടില്, നമ്മുടെ ചുറ്റുപാടും നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടേതായ ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് കണക്കുകൂട്ടാം. അടുത്തത് ലിബർട്ടി എന്താന്ന് ഒരു വരിയിൽ പറയാം. ലിബർട്ടി ഈസ് ദ ഫേക്കൽറ്റി ഓഫ് വില്ലിംഗ് ആൻഡ് ദ പവർ ഓഫ് ഡൂയിങ് വാട്ട് ഹാസ് ബീൻ വിൽഡ് വിത്തൗട്ട് എനി ഇൻഫ്ലുവൻസ് ഫ്രം അതർ സോഴ്സ് എന്നാണ്. ഇവിടെ നോക്കൂ, ഒരു വിഷയം നോക്കൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഗേൾസ് ആർ ആൻഡ് ബോയ്സ് ആർ ഫ്രീ ടു ചൂസ് whom they should marry. Parents have no say in this matter. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരവരുടെ ഇഷ്ടമുള്ള പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാം, വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. പാരന്റ്സിന് അതിൽ ഒരു റോളും ഇല്ല എന്ന് പറയുന്നു. ഇതൊരു നടക്കുന്ന കാര്യമാണോ? നടക്കാം അല്ലേ? നമ്മുടെ സമൂഹം കുറച്ച് പാട്രിയാർക്കൽ ആയതുകൊണ്ട് നമുക്ക് ആണുങ്ങളുടെ കാര്യത്തിൽ അത് സമ്മതിക്കാം. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു 70% ഇത് നടക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതൊരു ഫ്രീഡം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ. A free society is one which enables its members to develop their potential with minimum social restraints. But no society is totally free of all constraints. Some social constraints are necessary in life. We have to examine the relationship between individual and society. We need to differentiate between necessary constraints and unnecessary constraints. അതായത് സമൂഹത്തിൽ നമുക്ക് എല്ലാ മെമ്പേഴ്സിനും അവരുടേതായ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യാം അല്ലെ. അവരവരുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിൻ്റെതായ ഒരു മിനിമം കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് മാത്രം. നമുക്ക് നമുക്ക് എത്ര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ സമൂഹത്തെക്കുറിച്ചും അതുപോലെ ഓരോ വ്യക്തി എന്നുള്ള കൺസെപ്റ്റും കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ എന്താണ് ഈ ലിമിറ്റഡ് കൺസ്ട്രെയിൻ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എന്താണ് ഈ നെസസറി കൺസ്ട്രെയിൻ, അൺനെസസറി കൺസ്ട്രെയിൻ എന്ന് പറയാം. നെസസറി കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിർബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ. അതുപോലെ അൺനെസസറി എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലാത്ത തടസ്സങ്ങൾ. അപ്പോ നമ്മുടെ ഫ്രീഡത്തിന് വരുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫ്രീഡം എന്താണെന്ന് മനസ്സിലായല്ലോ. ദിസ് ഈസ് ദി ആബ്സെൻസ് ഓഫ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പൊ കൺസ്ട്രെയിൻ ആദ്യം എന്താന്ന് പറയാം. Restrictions on freedom of individuals may come from domination and external controls. Restriction on freedom, ഫ്രീഡത്തിനുള്ള റെസ്ട്രിക്ഷൻ, തടസ്സങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു ഡോമിനേഷൻ ആവാം, ഒരു ആധിപത്യം വഴിയാവാം, ഇല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ കൺട്രോൾ വഴിയാവാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? കോളനൈസ് ചെയ്തു, നമ്മുടെ മേലിൽ അവരെ ആധിപത്യം സ്ഥാപിച്ചു. അതായത് അവരെന്ത് ചെയ്തു? നമ്മളെ എന്ത് ചെയ്തു? അതോറിറ്റി ആയി, നമ്മളെ നിയന്ത്രിക്കുന്ന ആളായി. അപ്പൊ എന്തായി? ഡോമിനേഷൻ ആയി. അതേപോലെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ട്ണറിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാന്ന് പറയുന്ന കാര്യം, അതിലൊരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലെ. പെൺകുട്ടികൾക്ക് വീട്ടുകാരാണ് കല്യാണം ആലോചിക്കുക, ഇല്ലെങ്കിൽ ആർക്കായാലും കല്യാണം ആലോചിക്കുന്ന വീട്ടുകാരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതെന്താണ്? എക്സ്റ്റേണൽ കൺസ്ട്രെയിൻ ആണ്, നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉണ്ടായ ഒരു കൺസ്ട്രെയിൻ ആണ്. അല്ലാണ്ട് ആരും എവിടെ ഒരു നിയമത്തിലൊന്നും എഴുതിയിട്ടുള്ള ഒന്നുമല്ല. ക്ലിയർ? അപ്പോൾ ടിപ്പിക്കൽ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. എന്താണ്? കോളനൈസേഷൻ. അതാണ് എക്സ്റ്റേണൽ. ഇപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ കേസിലായാലും ഇന്ത്യയുടെ കേസിലായാലും അതുപോലെ ഒന്നാണ് ഈ കാസ്റ്റ് സിസ്റ്റം. അതും ഒരു കൺസ്ട്രെയിൻ ആണ് അല്ലെ, ഒരു തടസ്സമാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു ഇതാണ് കാസ്റ്റ് സിസ്റ്റം. ഇപ്പോ ഇന്ന ജാതിക്കാർ മാത്രമേ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ ബ്രാഹ്മിൻസിന്റെ ഇടയിൽ പൊക്കൂടാ ഇപ്പോഴും ഉണ്ട് അല്ലെ. അമ്പലത്തിലൊക്കെ പ്രവേശിക്കുന്നതിനൊക്കെ
ഒരു കൺസ്ട്രെയിൻ ഉണ്ട്, നമ്മുടെ ഫ്രീഡം. നമുക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ, ഒരു പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ന മതസ്ഥര് മാത്രമേ പോകാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടവരെ പോകാൻ പാടുള്ളൂ. ഇതൊക്കെ എന്താണ്? ഫ്രീഡത്തിന്റെ കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ സമൂഹത്തിൽ എത്രയുണ്ടെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് നെസസറി ആയിട്ടും അൺനെസസറി ആയിട്ടുള്ള ഇതുണ്ടാവാറുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം. അടുത്തത്, വൈ ഡു വി നീഡ് കൺസ്ട്രെയിൻസ്? ഈ തടസ്സങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നില്ല എന്തിനായിരിക്കാം അങ്ങനെ? അല്ലെ, ആരും നമ്മുടെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ്? ഇപ്പൊ ഈ ഫ്രീഡം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ലോ മാത്രമായിട്ടല്ല എഴുതിയിട്ടുള്ളത്, അതൊരു വാല്യൂ ആണ് അല്ലെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും എന്തിനാണ് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. We cannot hope to have a world without constraints. There are differences among people regarding their ideas and opinions. അപ്പോൾ ഈ തടസ്സങ്ങളില്ലാത്ത ഒരു ലോകം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒന്നല്ല അല്ലെ. ഏത് രീതിയിലായാലും പല രീതിയിലായാലും തടസ്സങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവും. ദർ ആർ ഡിഫറൻസ് എമംഗ് ദ പീപ്പിൾ റിഗാർഡിങ് ദർ ഐഡിയാസ് ആൻഡ് ഒപ്പീനിയൻസ്. ഇപ്പൊ എനിക്കുള്ള അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക, നിങ്ങളുടെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉണ്ടാവുക, വീട്ടുകാർക്ക് ഉണ്ടാവുക. അപ്പൊ എല്ലാവരുടെ ഒപ്പീനിയൻസും എന്താണ്? വളരെ വ്യത്യാസമാണ്. There are number of instances of differences among the people which may express themselves through their open conflict. Confusion while driving on the roads, fighting over parking spaces, quarrels over land, disagreements regarding screening on a particular film, etc. can lead to conflict and violence, perhaps even loss of life. All these points towards one thing, that is, the society needs some mechanism to control violence and settle disputes. Ideally, in a free society, the members would able to express their views, develop their own rule of living and pursue their choices. അതായത് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് അല്ലെ. ഇപ്പൊ എല്ലാ സമയവും നിങ്ങൾക്ക് എന്റെ അഭിപ്രായത്തോട് യോജിക്കണം എന്നില്ല. അപ്പൊ അവിടെ എന്തുണ്ടാവാം? പ്രശ്നങ്ങൾ ഉണ്ടാവാം, വഴക്കുകൾ ഉണ്ടാവാം, അടിപിടി ഉണ്ടാവാം, മരണം വരെ സംഭവിക്കാം അല്ലെ. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും സ്വത്ത് തർക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ മരിക്കുന്നു. ഇപ്പൊ റോഡിലൂടെ എന്റെ വണ്ടി പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് നിന്റെ വണ്ടി പാർക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണിത്? അപ്പൊ നമുക്ക് ഓവർ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്താവും? ഫ്രീഡം എന്നുള്ളത് ഓവർ ആയി കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലെ. അപ്പോ ഫ്രീഡത്തിന് കൺസ്ട്രെയിന് വേണം. എത്രത്തോളം ആണ് ഫ്രീഡം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? ഫ്രീഡം കൂടിക്കഴിഞ്ഞാൽ അതെന്തിലേക്ക് നടക്കും? അത് അക്രമത്തിലേക്ക് പോകും. ഇപ്പൊ നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട് അല്ലെ, മീഡിയാസ് യൂസ് ചെയ്യുന്നതിന് ഫ്രീഡം ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിന്റെ മിസ്യൂസും കൂടുതലാണ് അല്ലെ. അപ്പോ എല്ലാത്തിനും ഒരു എന്താണ് കൺസ്ട്രെയിൻ, തടസ്സം ആവശ്യമാണ്, ഇല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് ആവശ്യമാണ്. അത് ഫ്രീഡം ആണെങ്കിലും എന്താണെങ്കിലും. സോ അതിനാണ് നമുക്ക് ഇത്തരത്തിലുള്ള കൺസ്ട്രെയിൻസ് വേണമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ എല്ലാവരും ചെയ്യുന്നതിനൊരു പരിധി വെച്ചിട്ടുണ്ട്. അതാണ് ഈ കൺസ്ട്രെയിൻ, ഫ്രീഡത്തിനുള്ള കൺസ്ട്രെയിൻ. എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് വിട്ടു കഴിഞ്ഞാൽ എന്താവും? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് പൊതു ഇടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധി ഉണ്ട് അല്ലെ. അപ്പൊ ആ പരിധി വരെ എല്ലാവരും ചെയ്യാൻ പാടുള്ളൂ. അതിലധികമായി കഴിഞ്ഞാൽ എല്ലാവർക്കും അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നില്ല. അപ്പൊ അതെന്താവും? നാട്ടില് പ്രശ്നം ഉണ്ടാവാൻ കാരണമാവും. ഓക്കെ, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. But even such a society, it requires some constraints. What is required of the members of the society, that is the must willing to be respect difference of opinions and beliefs. But sometimes we think that the strong commitment to our beliefs require we must oppose all others who differ from or reject our views. Under such circumstances, legal and political constraints must come into scene. This is to ensure that the differences are to be discussed and debated to arrive an amicable settlement. The very purpose is to ensure the group and not coercively imposing its views on others. If so, we may want some constraint in the form of law, which should act as a stronger support to ensure that freedom is protected. അതായത് നേരത്തെ പറഞ്ഞ കാര്യം, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ അഭിപ്രായമാണ് വലുത്, നിങ്ങൾ എല്ലാവരും അത് അനുസരിക്കണം എന്ന് വാദിച്ചു കഴിഞ്ഞാൽ അത് നടക്കണം എന്നില്ല
അല്ലേ? അതുപോലെ ആർക്കും വേണമെങ്കിൽ പറയാം എന്റെ അഭിപ്രായമാണ് വലുത്, ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പൊ ഒരു റിലീജിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സൊസൈറ്റി ആണെങ്കിലും ഞങ്ങളുടെ സൊസൈറ്റി പറയുന്നതാണ് ശരി, നിങ്ങൾ അതനുസരിക്കണം, ഇല്ലെങ്കിൽ എന്റെ റിലീജിയൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇതനുസരിക്കണം എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അപ്പൊ ഒപ്പീനിയൻസ് തമ്മിൽ എപ്പോഴും എന്ത് വേണം, ഒരു ഈക്വൽ റെസ്പെക്ട് വേണം. ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കും, നിങ്ങൾക്ക് അതിനോടുള്ള എതിരഭിപ്രായം കേൾക്കാൻ ഞാനും എന്ത് ചെയ്യണം, ഒരു ഇത് കാണിക്കണം, അതിനോടൊരു താല്പര്യം കാണിക്കണം, ഇല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കണം. മിക്കവാറും അതുണ്ടാവാറില്ല. അതോടുകൂടിയാണ് എന്ത് തുടങ്ങുന്നത്, നിയമങ്ങളുടെ വരവ് തുടങ്ങുന്നത്. ഗവൺമെന്റ് ലെവലില് നിയമങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ. ഇത് ഉണ്ടായത് ഡിബേറ്റുകളിലൂടെ തന്നെയാണ്. എല്ലാവരോടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഈ വിഷയം മുന്നോട്ട് വന്നത്. എന്തിനാണ് കൺസ്ട്രെയിൻസ് വെക്കുന്നതിന്റെ ആവശ്യം എന്താണെന്നുള്ള ചർച്ച നടന്നത് അങ്ങനെയാണ്. അതുവഴി ഓരോരുത്തരുടെ സ്വാതന്ത്ര്യവും പ്രൊട്ടക്ട് ചെയ്യാൻ പെടും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബിനെയാണ്. ഇപ്പോ അതായത് ആ വിഭാഗത്തിന് ഒരുപാട് അവകാശങ്ങളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്. പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നു, ഈ മേജർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ അവരെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്യും, അവരുടെ ആവശ്യങ്ങളൊന്നും ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ റൈറ്റ് ടു ലൈഫ്, അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഫുള്ളായിട്ട് ഇല്ലാണ്ടായി. അവരെ ഒരുപാട് ദ്രോഹിക്കാനൊക്കെ തുടങ്ങി. അതോടുകൂടി നിയമം വഴി അവർക്ക് സംരക്ഷണം കിട്ടുകയും അവരുടെ അഭിപ്രായങ്ങൾക്കും അവരുടെ പൊസിഷൻ ബെറ്റർ ആവുന്നതിനും കാരണമായി. അപ്പൊ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ളതാണ്. മാത്രമല്ല എല്ലാവരും നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടതുമാണ്. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് ടു ഐഡന്റിഫൈ ദ നെസസറി ആൻഡ് ജസ്റ്റിഫിയബിൾ കൺസ്ട്രെയിൻ ആൻഡ് ദോസ് വിച്ച് ആർ നോട്ട്. അപ്പൊ അതിൽ നിന്നും ഏതാണ് ആവശ്യമുള്ള തടസ്സം, ആവശ്യമില്ലാത്ത തടസ്സം എന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹാം പ്രിൻസിപ്പിൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹാം പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ ലിബർട്ടി എന്താണ്, ലിബറലിസം, അതുപോലെ ഒരു ചെറിയ ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. ഹാം പ്രിൻസിപ്പിളോട് കൂടിയിട്ട് ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. താങ്ക് യു.